ചെയ്യാലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് കടലക്കറി വെക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളെ ചെയ്യണ്ടു. ഒരു ഇച്ചിരി ഒരു ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ജിഞ്ചർ അതിനടുത്ത് ഗുണുന മുറിച്ചിടുക. എന്നിട്ട് നമ്മളെ പാൻ എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ ഇച്ചിരി കടുക് ഇടുക. നമ്മളെ ഈ മുറിച്ചിട്ട സാധനങ്ങളുള്ള വെജിറ്റബിൾസ് കയ്യിലിടുക. അതിനുശേഷം അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് ആ ഒരു പച്ചമണെല്ലാം പോകുമ്പോൾ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം ഒരു സ്പൂണോ 1.5 സ്പൂൺ വെച്ച് ഇട്ടാൽ മതിയേ. അതിലോട്ട് നമ്മളതിൽ ജിഗ് എല്ലാം ഇളക്കി നല്ലോണം മിക്സ് ആക്കാം. മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കടല വേവിക്കണേ. കടല എങ്ങനെയാ വേവിക്കല്? കുറച്ച് കടല എടുക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത പോലെ കടല എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക, കടുവ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കറിൽ വെക്കുക. കുക്കറിൽ വെക്കുക. നിങ്ങളെ കുക്കറിൽ അത്ര വിസിലാണെന്ന് അറിയില്ല, ആ വിസിലിനനുസരിച്ചിട്ട് വിസിൽ വിടുക. എന്നിട്ട് അത് വെന്തിട്ടുണ്ടാവില്ല, കുറേ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഈ മിക്സ് ആക്കിയ സാധനത്തിലേക്ക് എന്ത് ചെയ്യാം? ഈ കടല എടുത്തിട്ട് കുറച്ച് ഇടണ്ടു, കുറച്ച് കടല എടുത്തിടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ബാക്കി കുറച്ച് കടല എന്ത് ചെയ്യണം എന്നറിയാം? ഒരു മിക്സി എടുത്തിട്ട് അതിൽ മിക്സി ഒന്നും എടുക്കണ്ട, ജാറിലിട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് ഈ ഉണ്ടാക്കിയ കടല കറിയിലേക്ക് ആ ഇതും കൂടി ഒഴിക്കുക. നമ്മളേത് ഈ ജാറിൽ അരച്ചു വെച്ച അതും കൂടെ വെച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി കൊടുത്ത് കുറച്ച് നമ്മളെ മല്ലിച്ചപ്പ് എന്ന് പറയും, മല്ലിച്ചപ്പ് എന്നല്ലേ നിങ്ങൾ പറയല്, മല്ലിയില ഇട്ടിട്ട് ഇടുമായിരിക്കും. സിമ്പിൾ അല്ലേ? ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ ചെയ്യാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളി പുട്ടിന് അടിപൊളി കോമ്പോ.